ഹലോ ഗൈസ്, നമ്മളെ ഫൂട്ടിവേഴ്സിൻ്റെ വീക്ക് 4 പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടിൽ ലൈക്ക് കൂടി ചെയ്തേക്കാം. സോ ഗൈസ്, നമ്മൾ മെയിൻ അക്കൗണ്ടിൽ ഏകദേശം 11K ജെമ്മാണ് ഉള്ളത്. നമുക്കെന്തായാലും കാര്യമായിട്ട് അങ്ങനെ പാക്കൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല, ഒറ്റൊരു പാക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മളെ 715 പാക്കായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുക. ഗൈസ്, ഫോർഡൻ്റെ കാർഡൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഹാംസിക്ക്, ഷെസ്റ്റൻഗിയർ, കാൻഡണ, കൊരസ്കേലിയ, റീസയൊക്കെ ഉണ്ട്. ഓക്കെ, നല്ല നല്ല കാർഡ്സാണ്. ബട്ട് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. നമുക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 111 12 അങ്ങനെ കിട്ടിയാൽ ഹാപ്പിയാണ്. ഓക്കെ, USA ആണ്. സെൻട്രൽ ഹീറോ ആണ്. 111 മറ്റോ ആണോ? അല്ല, 110 ഹോഡാണ്. കുഴപ്പമില്ല, 60 ഷാർഡുണ്ട്. സോ നമ്മളെ നേഷൻ സ്റ്റോറി എന്തായാലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ റിവാർഡുണ്ട്. 109 ഗ്യാരണ്ടിയാണ്. കുറേ ആൾക്കാർക്ക് 109 കിട്ടിയാണ് കണ്ടത്. നമുക്ക് നോക്കാം ഗൈസ്. ഇതിനകത്ത് ഇപ്പം 113 അല്ലാണ്ട് വേറെ ആരെ കിട്ടിയാലും നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല. എക്സ്ചേഞ്ച് കൊടുക്കാം, അത്രേ ഉള്ളൂ. മിനിമം ഒരു 112 കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ല, 110 നമുക്ക് നോക്കാം. ഈ ജപ്പാൻ CDM ഇതറിയില്ല ഗൈസ്, ഇങ്ങനെ ആരെയും അറിയില്ല. 111 പേർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് 109 എക്സ്ചേഞ്ച് കൊടുക്കാൻ വർത്താണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും നമ്മൾ 150 എക്സ്ചേഞ്ചിൽ ഈ എൻഡോ അല്ലല്ലോ, സാധനമായോ എന്നാലും കൊടുക്കാം. നമുക്ക് ഷാർട്സ് ആയിട്ട് എടുക്കാതെ ഗൈസ്. ഇതിനകത്തുനിന്നും കുറേ ഷാർട്സ് ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ഹസാർഡിന് എടുക്കുന്നതായിരിക്കും. ക്രൊയേഷ്യ സെൻറ്റർ മിഡ് കൊവാസിസിൻ്റെ കാർഡാണെന്ന് തോന്നുന്നു. കൊവാസിസിൻ്റെ അതെ, 109 കാർഡാണ്. സോ പുതിയ ബാഡ്ജ് പിക്ക് വന്നിട്ടുണ്ട്. എന്തായാലും പ്രോബിലിറ്റി കൂടുതലാണെന്ന് തോന്നുന്നു, അറിയത്തില്ല എങ്ങനെയാണ്. എന്തായാലും 112 വല്ല മോഡ്രിജിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും ടീമിലിടും. ബട്ട് കിട്ടണം, ഉറപ്പൊന്നുമില്ല. സ്റ്റിൽ നമുക്ക് നോക്കാം ഗീസ്, ഞാൻ ലക്ക് കിട്ടിയാലോ. 110 എസ്റ്റാവി, എല്ലാവരും 110 ഗൈസ്. നിങ്ങൾക്ക് ഈ ഇവൻറ്റിൽ നിന്ന് ആരെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇവൻറ്റിൽ നിന്നല്ല, ഈ ഒരു വീക്കിൽ നിന്ന് ആരെയാണ് നിങ്ങൾ പാക്ക് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഗൈസ്, നമ്മളെ സെക്കൻഡ് അക്കൗണ്ട് ഉണ്ട്. സെക്കൻഡ് അക്കൗണ്ടിൽ ഏകദേശം 12K ജെമ്മ ഉണ്ട്. നമുക്കിതിനകത്ത് നോർമലി പാക്സ് ഓപ്പൺ ചെയ്ത് പോകാം. 715K പോസിബിൾ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാം ഗൈസ്, ഇല്ലെങ്കിൽ നമുക്ക് നോർമലി അങ്ങ് ഓപ്പൺ ചെയ്ത് പോകാം. ഈ 3K ജെമ്മ കഴിഞ്ഞിട്ട് ഗൈസ് നമുക്ക് ഡയറക്റ്റ് 715K തുറക്കാം ഗൈസ്. കാരണം ഇപ്പം കറണ്ട് 715K ആണ് വെറുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വോക്കൗട്ടിന് എന്തായാലും ഡെൻമാർക്ക് സെൻറ്റർ മിഡ് ഇതാരാണ്, ഫ്രാങ്ക്ഫൂട്ടിലെ ഹോയിലൻഡിൻ്റെ കാർഡാണ് ഗൈസ്. ഓക്കെ, ഇതിന് 9K ജെമ്മ് ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും 7.5K ജെമ്മ് ഇതിൻ്റെ പാക്കിങ് ഓപ്പൺ ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് ഈ മാർക്കറ്റ് പിക്കുന്ന ആരെയും കൂടി കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തെങ്കിലും OVRൽ വല്ല ചേഞ്ച് വന്നോന്നോ, നിങ്ങൾ ഷാർട്സ് കൊടുത്ത് എത്ര ആരാണ് എടുത്തതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. 7.5Kയുടെ പാക്ക് പ്രോബിലിറ്റി കൂടുതലാണ്. നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് വർക്കൗട്ട് കിട്ടും. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. ഓക്കെ, USA ആണ്. ഇത് ഗൈസ് ഹോവാർഡിൻ്റെ കാർഡാണെന്ന് തോന്നുന്നത്. അതെ ഗൈസ്, 110 ഹോവാർഡിൻ്റെ കാർഡ് നമ്മളെ മെയിൻ അക്കൗണ്ടിൽ എന്താണ് കിട്ടിയത് അത് തന്നെയാണ് നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിലും കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല ഗൈസ്. ഞാൻ കുറച്ചും കൂടി ജെമ്മ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ബാഡ്ജിൽ നിന്ന് ഒരു 5000 ജെമ്മും അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തു നിന്നൊരു 2500 ജെമ്മും കൂടി എടുത്തു. നമുക്ക് കുറച്ചുകൂടി പാക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ് നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിൽ. അത് ജെമ്മ് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പുതിയ ഇവൻറ്റ് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. സോ നമുക്ക് എന്തായാലും ജെമ്മൊക്കെ അങ്ങ് തീർക്കാം ഗൈസ്. ഓക്കെ, വോക്കൗട്ട് ഉണ്ടായാൽ മതിയായിരുന്നു, കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പൊട്ടിക്കുന്നത്. അല്ലെങ്കിൽ 7.5 തന്നെ ഒന്നുകൂടി പൊട്ടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, 107 പ്ലെയറാണ്, കുഴപ്പമില്ല. ഇനി പ്രോബിലിറ്റി കൂടി വരുമായിരിക്കും. ഒരു 108, അത് കഴിഞ്ഞൊരു 109 അങ്ങനെ വന്നാലും കുഴപ്പമില്ല. നോക്കാം ഗൈസ്. വോക്കൗട്ട് ഇല്ല ഗൈസ്, 106. ലാസ്റ്റ് ഒറ്റ ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. ഇതിനകത്തെങ്കിലും ആരെങ്കിലും കിട്ടുമോ നോക്കാം. ഓക്കെ, ഇതിനകത്തെങ്ങനെ പ്രോബിലിറ്റി കുറവാണെങ്കിലും നല്ല പ്ലേസിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെതർലാൻഡ്സ് സെൻറ്റർ ബാക്ക് ഒളിമ്പിക് ലിയോണ് സാറാണ്, എനിക്കറിയില്ല. 109 പ്ലെയറാണ്, കുഴപ്പമില്ല, വെർത്ത് തന്നെയാണ്.
സോ ഇതിനകത്ത് കേസ് നമുക്ക് ബാഡ്ജ് പിക്ക് പ്ലസ് ഓപ്പൺ ചെയ്യാം. സ്കില്ലും കാർഡ്സൊക്കെയാണ്, ബട്ട് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. കഴിഞ്ഞ അക്കൗണ്ടിൽ നമുക്ക് മാക്സിമം 110 കിട്ടിയത്. 110 നമുക്ക് വീണ്ടും 5000 ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്, അതുകൊണ്ട് വലിയ വിഷയമില്ല. ഓക്കെ, സോമർ എസ്താവിയോ, നമ്മൾ കഴിഞ്ഞ അക്കൗണ്ടിൽ എസ്താവിനെ എടുത്തുകൊണ്ട് കേസ് നമുക്ക് ഇപ്രാവശ്യം സോമറിനെ എടുക്കാം. വെറുതെ എല്ലാവരും കണക്ക് തന്നെയാണ്, കാരണം നമ്മൾ സ്കോഡിലിടുന്നില്ല, വെറുതെ എടുക്കുക, ഇതാക്കുക. സോ നമ്മളെ തേർഡ് അക്കൗണ്ട് ആയിട്ടാണ്. തേർഡ് അക്കൗണ്ടിൽ ഏകദേശം 10K ജമ്മാണുള്ളത്. നമുക്കിതിനകത്ത് എന്തായാലും 7.5K ഓപ്പൺ ചെയ്യണോ കേസ്, ഇല്ലെങ്കിൽ നോർമൽ ഓപ്പൺ ചെയ്ത് നോക്കാം കേസ്. എന്തായാലും 7.5K ആണ് കേസ് വെറുത്ത്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 7.5K ഓപ്പൺ ചെയ്യാം. കേസ് വോക്കൗട്ട് ഉണ്ട്. തേർഡ് അക്കൗണ്ടാണ് കേസ്. കഴിഞ്ഞ വീക്കിൽ നമുക്ക് കഫൂനെ കിട്ടിയത്, അത് ലാർസനാണ്. സീഡൻ കണ്ടാൽ മനസ്സിലാക്കി കേസ് ലാർസൺ ആയിരിക്കും. എത്രാം തൊട്ടാണ് കേസ് ലാർസനെ കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മൾ 7.5K ഓപ്പൺ ചെയ്യാം. കഴിഞ്ഞ വീക്കിൽ നമുക്ക് 3K ജമ്മിന്നായിരുന്നു കഫൂനെ കിട്ടിയത്. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യം എല്ലാവരെയും കിട്ടുമെന്ന് നോക്കാം. കാരണം ഈ അക്കൗണ്ടിൽ അത്യാവശ്യം ലക്ക് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ. അതെന്തായാലും ഈ വീക്ക് കഴിയുമ്പോൾ തീരുമായിരിക്കും. മെയിൻ അക്കൗണ്ടിൽ കിട്ടേണ്ട ലക്കൊക്കെയാണ് ഈ നമുക്ക് തേർഡ് അക്കൗണ്ടിൽ കിട്ടുന്നത്. ഓക്കെ, സ്ലോവാക്കിയ ഗെയ്സ് 113 പ്ലെയറാണ്. ഗെയ്സ് 113 ഹാംസിക്കിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഡബ്ല്യു തന്നെയാണ് ഗെയ്സ്. ഞാൻ പറഞ്ഞില്ല ഗെയ്സ്, നമ്മൾ തേർഡ് അക്കൗണ്ടിൽ ഭയങ്കര ലക്കാണ്. കാരണം കഴിഞ്ഞ വീക്കിൽ കഫു, ഈ വീക്കിൽ 113 ഹാംസിക്ക് സെറ്റാണ് ഗെയ്സ്. ഓക്കെ, നമുക്കിനി ഇതിനകത്തും ബാഡ്ജ് പിക്ക് പ്ലസ് കൂടി ഓപ്പൺ ചെയ്യാം. അതിന് കുറച്ച് പ്ലെയർ എക്സ്ചേഞ്ചുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലുജംബർഗിന് കാർഡ് എടുക്കാം ഗൈസ്. ആദ്യമായിട്ടാണ് ഗൈസ് നമുക്ക് 111 കിട്ടുന്നത്. ബാക്കി 2 അക്കൗണ്ടിൽ 110 കിട്ടിയത്. ഈ അക്കൗണ്ടിൽ എന്താ വെറൈറ്റിക്ക് നമുക്ക് 111 കിട്ടിയിട്ടുണ്ട് എന്തായാലും. എന്നാലും വോക്കൗട്ട് കാണാം. സ്വീഡൻ റൈറ്റ് മിഡ് കേസ് സെറ്റാണ്. ഇനിയിപ്പം കേസ് നമുക്ക് എക്സ്ചേഞ്ചസ് ആണ് ബാക്കിയുള്ളത്. എക്സ്ചേഞ്ചിൽ പോയിട്ട് നമുക്ക് 150 പ്ലസും അതുപോലെ തന്നെ 110 പ്ലസ്സൊക്കെ ഓപ്പൺ ചെയ്യാം. ലുജംബർഗിന് കേസ് ഇതിനകത്ത് കാര്യമില്ല, കാരണം റൈറ്റ് മിഡൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. ഓക്കെ, ബെൽജിയമാണ്. ഫെലേനീൻ്റെ കാർഡ് ഇല്ല ഈ വീക്കിലില്ലെന്ന് തോന്നുന്നു. 110 കാർഡാണ് ഈ, കുഴപ്പമില്ല. പിന്നെ നമുക്ക് 108 പ്ലസ് ഓപ്പൺ ചെയ്യാം. 108 പ്ലസിന് വോക്കൗട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്, ബട്ട് ഇതിനകത്ത് ലക്കനുസരിച്ച് കിട്ടേണ്ടതാണ്. നമുക്ക് അൽമേഡേനെ കൊടുക്കണം. അൽമേഡേനെ കൊടുക്കാം ഗൈസ് ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് വേറെ ഒരു റീസ ജെയിംസിൻ്റെ കാർഡ് ആവശ്യമില്ല, കാരണം കഫൂനെ കിട്ടിയതുകൊണ്ട് തന്നെ അതും കൂടി കൊടുക്കാം. ഓക്കെ, സ്പെയിനാണ് സ്ട്രൈക്കർ. ഫെർണാണ്ടോ ടോറസിൻ്റെ കാർഡുണ്ട് കുറേ ആയെന്ന് തോന്നുന്നല്ലേ ഗൈസ്. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഒരെണ്ണം കൂടി ഓപ്പൺ ചെയ്യാനുള്ള ഇത് ബാക്കിയുണ്ട്. റീസ ജെയിംസിന് കൊടുക്കാം ഗൈസ്. ഈ റീസ ജെയിംസിനെ ഇതുപോലെ നമുക്ക് പാക്കിൽ നിന്ന് കിട്ടിയതാണ്, ക്യാപ്റ്റൻസി ഇവൻറ്റിൽ നിന്ന്. ഓക്കെ, ഇറ്റാലിയ റൈറ്റ് മിഡ് അറിയത്തില്ല ഗൈസ്, കുഴപ്പമില്ല ഗൈസ്. 109 പ്ലെയറാണ്.